നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേരയിൽ തമിഴ്നാട്ടിൽ പോയിട്ട് പിന്നെ സ്വർണ്ണത്തിൽ നിർത്താം. അതെ, സ്വർണം. പിന്നെ അതിനിടയ്ക്ക് PB യോഗം ഉണ്ടായിരുന്നു ഇന്നലെ പിണറായി വിജയന്റെ. ഈ PBയുടെ വാർത്തകളുടെ ഒക്കെ ഒരു രീതി എന്താ വെച്ചാൽ ഈ പുറത്തേക്ക് വരുന്ന വാർത്ത ശരിയാവും ഉറപ്പൊന്നും ഇല്ല. PBയിൽ പങ്കെടുത്ത ഒരുത്തനും എന്തായാലും അതിൻ്റെ നടന്ന കാര്യം വെളിയിൽ പറയത്തില്ല. നമ്മളെ സംസ്ഥാന കമ്മിറ്റി പറ്റും, അതെ, CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഉള്ളവരൊക്കെ പറയും. പക്ഷെ PBയിലുള്ളവർ സെക്രട്ടേറിയറ്റ് ഉള്ളവരൊക്കെ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. നമ്മൾ പിന്നെ ചാനലുകൾ ഇപ്പൊ മുഖ്യമന്ത്രി കസേരയുടെ തർക്കം തന്നെ നോക്കി ചുമ്മാ തട്ടുകല്ലേ, ഇതെല്ലാം തള്ളല്ലേ. ഇതാരും പ്രതികരിക്കാത്തോണ്ടല്ലേ, ചുമ്മാ അങ്ങ് തള്ളി വിടുക. ഇപ്പം മീഡിയ വൺ കണ്ടവർക്കും ഈ സതീശന്റെ ആരെയും പരിഗണിച്ചിട്ടില്ലത്. ഏഷ്യാനെറ്റ് ലൈൻ മാറ്റി വരുന്നുണ്ട്. അല്ല, ഇതേ അവസ്ഥയായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. ഇവിടെ CPM അല്ലാതെ ആരും ജയിക്കുകയല്ലെന്ന എല്ലാ ചാനലും പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മളൊഴികെ. പക്ഷെ എന്തായാലും ഒരു കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്. ഈ നമ്മൾ ഇത്രയും അധികം ആവേശത്തോടു കൂടി നമ്മളൊക്കെ ഇപ്പം VD സതീശൻ മുമ്പിൽ നിന്ന് പോരാടി എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് VD സതീശന്മാർ നമ്മളെ പോലെ ഇതിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു ജോളി എന്ന് പേരുള്ള ഒരു പയ്യനുണ്ട്. ഒരു പയ്യനല്ല, ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്. അയാൾ കഴിഞ്ഞ അപ്പം ഞാൻ മറുനാടൻ മലയാളിയോട് പോരാടിയതുപോലെ തന്നെ ദിവസവും ഈ പിണറായി സത്തിനെതിരെ അയാൾ പഞ്ഞിക്കിടിയിലായിരുന്നു അയാളുടെ പണി. പോസ്റ്റ് എഴുതിക്കൊണ്ട് അയാൾ പറഞ്ഞ ഞാൻ അവധി എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്ത ഇതൊക്കെ വെറുതാവില്ലായിരുന്നു. അതെ, അല്ല, എല്ലാവരുടെയും ഒരു ചിന്താഗതി അങ്ങനെയാണ്. കാരണം ഇത് മാത്രമല്ലെന്ന്, ഈ ഭരണയന്ത്രം എന്ന് പറയുന്ന സംവിധാനം തകരാറില്ലായി, അവിടെയാണ് ഒരു പ്രശ്നം. അതാണ്. ഇപ്പം എന്നെ ഇന്നൊരു IPS ഓഫീസർ വിളിച്ചു. IPS ഓഫീസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വല്ല തീരുമാനമാകുമോ? ഞാൻ പറഞ്ഞു ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ SP മാരുണ്ട്. ഈ SP മാരൊന്നും ഈ ഭരണമാറ്റം കണ്ടവരല്ല. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഭരണം കണ്ടവർ. അപ്പം അവർക്ക് ഇപ്പം ഈ പെട്ടെന്ന് ഭരണമാറ്റം വന്നതോടെ പോലീസിലെ യൂണിയൻകാർ, UDF-കാർ അവരുടെ പണ്ട് മൂലമുള്ള അവരുടെ ശീലം അവർ ആവർത്തിക്കുകയാണ്. അവർ SP വരട്ടുന്നു, ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നു. ഇതൊന്നും SP മാർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവരിത് കണ്ടിട്ടില്ല. ശരിയാണ്. ബാക്കിയെല്ലാം ഇപ്പം ജൂനിയർ SP മാരാ ഉള്ളതല്ല എല്ലാവരും. അപ്പൊ അവര് പറയാണ്, എന്നോട് ഈ പറഞ്ഞ ഓഫീസർ പറയാണ്, അവരാവശ്യപ്പെടുകയാണ് അവനെ നമുക്ക് പുറത്താക്കണം, ഇവനെ സസ്പെൻഡ് ചെയ്യണം. പുള്ളിയോട് ചോദിക്കുക നടക്കാത്ത കാര്യമാണെന്നും ഇത് എങ്ങനെയാണെന്ന് ഇവർക്കറിയത്തില്ലല്ലോ. ഇവർക്കറിയത്തില്ലല്ലോ. അപ്പൊ SP മാരുടെ ധാരണ ചേട്ടാ ഇന്നലെ വരെ ഞാഞ്ഞൂരാണ് നടന്നിരുന്ന പോലീസുകാർ വന്നിട്ട് നമ്മുടെ പുറത്ത് വരട്ടുമാണോ? ഇതിന്റെ ഈ പൊളിറ്റിക്സ് അറിയത്തില്ല. അപ്പം അത്തരത്തിൽ അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്രട്ടറിമാരടക്കമുള്ള ഒരാൾ കൃത്യമായ തീരുമാനം എടുക്കുന്നില്ല. ചിലരാവട്ടെ അവസരം മുതലെടുത്ത് അവരുടെ ഇഷ്ടം നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഈ സംഘടനയുണ്ടല്ലോ, ഭരണപക്ഷ സംഘടന തീട്ടൂര് എഴുതി കൊടുക്കുകയാണ്, എന്നാ പിടിച്ചോ, ഇന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഇവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. വകുപ്പ് മേധാവി ഇത് ചെയ്തേ പറ്റൂ. കാരണം പലരും അവധി എടുത്തു പോയി. കാരണം ഇല്ലെങ്കിൽ ഈ വകുപ്പ് മേധാവികൾ മാറുമല്ലോ. ഇവര് പറയുന്ന ഇപ്പൊ ചെയ്തില്ല, ഇനി ഇവിടെ ഇരിക്കുന്നവനെ കാസർഗോഡ് അടിക്കുമോ എന്നുള്ള പേടിയുണ്ട്. ഈ മുഖ്യമന്ത്രി കസേര പൊഴിഞ്ഞു കിടക്കുവാണല്ലോ, അവിടെ കാര്യമില്ല, അങ്ങോട്ട് പോകുന്നില്ല. ചുമ്മാ അവിടെ സെക്യൂരിറ്റിയും കാണത്തില്ല. കയറുവാണെങ്കിൽ കസേര കയറി ഇരിക്കാനാണ്, അല്ലാതെ നമുക്കൊന്നും ഒരിക്കലും പറ്റത്തില്ലല്ലോ. ചുമ്മാ ചെന്ന് നോട്ടിലൊന്ന് ഒഴിഞ്ഞ് കയറിയാലേ. അല്ലെ, ഇതിനിടയ്ക്കൊരു വാർത്ത ഇന്ന് രാവിലെ വന്നു. അത് ഈ ഇന്നലെ ഒരു 6 പേര് ഇടിമിന്നലേറ്റ് മരിച്ചു, 4-5 പേര്. അപ്പൊ ഈ പിള്ളേർ മരിച്ചു. അപ്പം അവരുടെ കുടുംബത്തിന് സഹായം എത്തിക്കണമെന്നും പറഞ്ഞ് KC വേണുഗോപാൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ്. പക്ഷെ അതെടുത്തിട്ട് നമ്മുടെ ഓൺലൈൻ ചാനലുകാരെല്ലാം അവിടെ നിർദ്ദേശമാക്കി. അതായത് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പേ പുള്ളി നിർദ്ദേശം കൊടുക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ചിലതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം UDF എന്ന് പറയുന്നൊരു സംവിധാനമാണ് അധികാരത്തിൽ കൊണ്ടുവന്നത്. അതിന് നിർണായകമായ റോൾ വഹിച്ചു VD സതീശൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ശരിയാണ്. VD സതീശൻ നിർണായക റോൾ VD സതീശൻ അംഗീകരിക്കും. പക്ഷേ VD സതീശൻ മാത്രമേ മുഖ്യമന്ത്രി ആകാവൂ എന്ന് ജനക്കൂട്ടം നിശ്ചയിക്കുന്നു, ഘടകകക്ഷികൾ നിശ്ചയിക്കുന്നു എന്ന് പറയുന്ന അപകടകരമായ കാര്യമാണ്. അതിനൊരു ഹൈറാർക്കി ഉണ്ട്. ഒരു കോൺഗ്രസ് പാർട്ടിയുണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് നേതാക്കളുണ്ട്, അവർക്ക് ഹൈക്കമാൻഡുണ്ട്, അവർക്ക് എന്താ പറയുക സംസ്ഥാന KPCC ഒരുപാടുണ്ട്. ആ ഘടകങ്ങൾ അവിടെ തീരുമാനിക്കും. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വ്യക്തിയെ കാണിച്ചിട്ട് ആ വ്യക്തി ആക്കണം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് യോഗ്യതയെ നമ്മൾ സംശയിക്കുന്നില്ല. അദ്ദേഹമാണ് ഈ വിജയത്തിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കളയേണ്ട കാര്യമില്ല, അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തെ തന്നെ ആക്കൂ എന്ന് പറയുന്നത് ഈ ഒരു ഭീഷണിപ്പെടുത്തൽ ഇത് ശരിയല്ല. ഞാൻ പറഞ്ഞ മന്ത്രിമാരെ തടയുന്നു, ജനപ്രതിനിധികൾക്ക് കൂടുതൽ CPM-കാരാന്ന് തോന്നി കയറി തടയുന്നത്. കഴിഞ്ഞ ദിവസം ബോർഡ് കൊണ്ടുവച്ചെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഈ ആൾക്കൂട്ടത്തിൽ നൊടിഞ്ഞു കയറി ഒരു ബെന്നി ബെഹനാനെ ഇന്നൊരാൾ തടഞ്ഞിട്ട് സാർ ആരോടൊപ്പം എന്ന് പറയണം. അയാൾ MLA പോലും അല്ലെന്ന് ഓർക്കണം. അല്ല, ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഒരു പക്ഷേ ഒരു വിഭാഗം ഇതിന് പിന്നിൽ ഈ രീതിയിൽ മുന്നേറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ
ആ ഒരു പക്ഷേ ജനപക്ഷം ഡേഞ്ചറസ് ആയ ഒരു പോക്കാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണോ വേണ്ടയോ എന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ഈ ആൾക്കൂട്ട മാനേജ്മെന്റ് ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഒട്ടും ചേരുന്നതല്ല എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. അല്ല, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ ഇതിന് മാറ്റം വരുമോ? മാറ്റം വരുന്നില്ല. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതോടെ കേരളത്തിൽ കലാപഭൂമിയായി മാറും. ഇതായും ഉറപ്പായിട്ട് ഇവർ തമ്മിൽ അടിക്കുകയും വെട്ടുകയും കുത്തുകയൊക്കെ നോക്കൂ, ഇവിടെ ഞാൻ ചോദിക്കുന്നത്, എനിക്കിതിൻ്റെ അകത്ത് വളരെ സങ്കടമുള്ള ലീഗിന്റെ കാര്യത്തിലാണ്. കാരണം ലീഗ്, ഞാൻ എപ്പോഴും ഉറപ്പിച്ച് പറയുന്നത്, മുസ്ലിം ലീഗാണ് കേരളത്തിന്റെ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം 30% മുസ്ലിം പോപ്പുലേഷനുള്ള കേരളീയ സമൂഹത്തെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ റാഡിക്കലൈസ് ചെയ്യാതെ മതേതര പക്ഷം, മതേതര എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത പക്ഷത്ത് നിർത്തുന്നത്, അവരുടെ മത താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവർ റാഡിക്കലൈസ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം ലീഗാണ്. അതെ, അത് ശരിയാണ്. ആ ലീഗ് എക്കാലത്തും എടുത്തിരുന്ന നിലപാട്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ഇവരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ എടുത്തിരുന്ന നിലപാടെന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അതെ, അതാരെ അവർ മുഖ്യമന്ത്രിയാക്കിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ അത് മാറി. യഥാർത്ഥത്തിൽ ലീഗ് നേതൃത്വത്തിന് താല്പര്യമില്ല. ഞാൻ മുമ്പേ സൂചിപ്പിച്ച മാതിരി ഒരു ആൾക്കൂട്ടം ഇവിടെ പ്രവർത്തിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ അകത്തും കോൺഗ്രസ് നേതൃത്വത്തിന് ഇങ്ങനൊരു വാശിയില്ല. അല്ല, ഇത് ഒരു സമയത്തും ഇല്ലാത്ത പോലെ, അതായത് 10 വർഷത്തിന് ശേഷമാണല്ലോ കോൺഗ്രസ്. ആ സമയത്ത് ഇല്ലാതിരുന്ന പോലെ സോഷ്യൽ മീഡിയ ഇവിടെ വലിയ ഇൻഫ്ലുവൻസ്, ആ ശക്തി കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ചുമ്മാ ഇരുന്നാൽ പോലും പ്രശ്നം ഉണ്ടാകത്തക്ക രീതിയിലേക്ക് ചുമ്മാതിരുന്നാണ്. അതെ, ഇവരുടെ എല്ലായിടത്തും ഇപ്പൊ ഈ ചാനലുകളുടെ ഈ ബാഹുല്യം കാരണം ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ട ഉടൻ ഒരു മൈക്കുമായിട്ട് അവിടെ. അല്ല വിശാൽ, നിങ്ങൾ നോക്കൂ, CPIM കിണഞ്ഞു പരിശ്രമിച്ചതാണ് ഷാഫി പറമ്പലിനെ വീഴ്ത്താൻ. അതെ, ഷാഫി പറമ്പലിന്റെ ഇമേജ് തകർക്കാൻ വേണ്ടി അവർ വ്യാജ കാഫി സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നു, പിന്നീട് നീലപ്പെട്ടി എന്തെല്ലാം കൊണ്ടുവന്നു, അതെല്ലാം കൊണ്ടുവന്ന ആക്ഷേപിച്ചു. ഈ അടുത്ത കാലത്തും ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിതാവ് ഇഷ്ടം പോലെ ഇതുണ്ടെന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേരും ചേർന്നാണ് ഈ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് എന്നാൽ എങ്ങനെ പറഞ്ഞിട്ട് അതൊന്നും ജനം അംഗീകരിച്ച് കളഞ്ഞു. ഇപ്പോഴിതാ ഒരു 2 ദിവസം കൊണ്ട് ഷാഫി പറമ്പലിനെ ഇവർ നശിപ്പിച്ച്, ഷാഫി പറമ്പലിനെ ഇന്നലെ മിന്നലേറ്റ അതിനൊരു ആദരാഞ്ജലി അർപ്പിച്ചിട്ട് അടിയിലെ തെറിയാക്കണം. ഭയങ്കര തെറി. അതായത് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ KC വേണുഗോപാൽ അനുകൂലമാണെന്ന് പത്രവാർത്തകളുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കൂടെ ആണെന്ന് പറഞ്ഞിട്ടില്ല. KC വേണുഗോപാൽ ബ്രിഗേഡിൽപ്പെട്ട ആൾക്കാരാണ് ഷാഫിയും രാഹുലും എന്നാണ് പറയുന്നത്. അത് ഒത്തിരി നാളായിട്ട് പറയുന്നു. പക്ഷെ അവരാരും പറഞ്ഞിട്ടുണ്ട് ഇല്ല. അവര് പിന്നെ രാഹുൽ 1-2 പോസ്റ്റ് ഒക്കെ. രാഹുലൊക്കെ ഞാൻ പറഞ്ഞ ഷാഫിയുടെ കാര്യത്തിലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഷാഫി ഇതുവരെ നിലപാട്. പക്ഷേ ഈ CPM-കാരും BJP-കാരും ഒരുമിച്ച്, ഈ BJP-കാരും CPM-കാരും ഇയാളെ ഒരു മുസ്ലിം ലീഡറായിട്ടും വർഗീയ ലീഡറായിട്ടും ഒക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇല്ല, അയാളെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഇവരുടെ ആവശ്യമാണ്. കാരണം ഭയങ്കര ലീഡർ അദ്ദേഹം, ഭയങ്കര ഒരു നല്ലൊരു നേതാവ്. അയാളെ മുസ്ലിം ലീഗുകാർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇത്തരത്തിൽ അപമാനിക്കുക, ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ അതിദയനീയമാണ്. ഈ ഇതുവരെ ഇല്ലാതിരുന്ന ഗ്രൂപ്പിസം, ആ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് അല്ലെ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് ഇങ്ങോട്ട് കോൺഗ്രസ് ഏതാണ്ട് ഏകദേശം ഒറ്റക്കെട്ടാണ്. ഒരു കുഴപ്പമില്ല, ഒരു ഗ്രൂപ്പിസവും ഇല്ലായിരുന്നു ഈ വോട്ടെണ്ണുന്നതിന്റെ അന്ന് വരെ. അതിനുശേഷം ഈ ഗ്രൂപ്പിസം വീണ്ടും ഭയങ്കരമായിട്ട് അതിശക്തമാണ്. ഇതിനകത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ, ഞാൻ വീണ്ടും ആളുകൾ എന്നെ ചീത്ത വിളിക്കുന്ന, ഞാൻ ഇന്നലെ എന്നെ തെറി വിളിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കുന്ന ആരെങ്കിലും പറഞ്ഞു? ഇല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന് ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് CPM-നായിരുന്നു. അത് അവർക്ക് തിരിച്ചടി. കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആരും പറയില്ല. ഭരണം നേടുക എന്നുള്ളതായിരുന്നു. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ളവർ എന്ന് കേരളത്തിലെ മുഴുവൻ ചാനലുകളും മുഴുവൻ പത്രങ്ങളും മുഴുവൻ സോഷ്യൽ മീഡിയയും പറഞ്ഞ 5 പേരുണ്ടായിരുന്നു ഈ ഒരു കൊല്ലം മുമ്പ്. അതായത് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ, ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് BJP ലൈനിലേക്ക് മാറി എന്ന തോന്നലുണ്ടായതിനെ തരൂർ ഔട്ടായി. ഓർക്കണം, ആ സമയത്ത് നമ്മൾ സർവേ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ തരൂരിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയതോടെ സുധാകരൻ ഔട്ടായി. ഈ സീറ്റിന് വേണ്ടി പുള്ളി പോരാടിയതോടെ സീറ്റിന് വേണ്ടി പോരാടിയതോടെ മൊത്തത്തിലുള്ള ഇമേജ് നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അവശേഷിച്ച ഈ 3 പേരുടെ പേര് എല്ലാ ചർച്ചകളും ഉണ്ടായിരുന്നു. അതായത് ഇവര് പറയുന്ന കേട്ടവർക്കും പലരും പറയുന്ന കേട്ടവർക്കും VD സതീശനെ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. അങ്ങനല്ലോ, അങ്ങനെ പറഞ്ഞു പറ്റിച്ചതല്ലോ. VD സതീശന്റെ തല മാത്രം ഇപ്പൊ പിണറായിയുടെ വെച്ച പോലെ വെച്ചിട്ടല്ലോ. വല്ല ഒരു സ്ഥാനാർത്ഥിയുടെയും പോസ്റ്ററിൽ VD സതീശന്റെ തല വന്നിട്ടില്ല, KC വേണുഗോപാലിന്റെ വന്നിട്ടില്ല, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയിലും വന്നിട്ടുണ്ടെങ്കിൽ കൂടി വന്ന സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധി, പ്രിയങ്കയുടെ ഖാർഗെയുടെ പടം പോലും എങ്ങും നമ്മൾ കണ്ടിട്ടില്ല.
അതാണ് അപ്പൊ എന്നിട്ട് ഇത് പറഞ്ഞ് ഇതിന്റെ അർത്ഥം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വി.ഡി. സതീശൻ യോഗ്യനല്ലെന്ന്. പക്ഷേ ഇതിന്റെ പേരിൽ ഒരു എന്താ പറഞ്ഞ ഒരു തോക്കും മുന്നേ ചൂണ്ടി നേതൃത്വത്തെ ഭയപ്പെടുത്തി തീരുമാനം എടുപ്പിക്കാൻ അതിന് ലീഗ് കൂട്ടു നിൽക്കുന്നു എന്നത് വളരെ സങ്കടകരമാണ്. ഇപ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥത്തോടെ പറയാം, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഇത്ര വഷളാക്കിയത് ലീഗാണ്. ഒരു കഥ പറയാം. അവര് പ്രഖ്യാപിക്കുന്നതാണ്. ഇന്നലെ രാത്രി അപ്ഡേഷൻ പറയും, ഇന്നലെ വൈകുന്നേരം വരെയുള്ള അപ്ഡേഷൻ ഇന്ന് രാവിലത്തെ അപ്ഡേഷൻ വ്യത്യാസമാണ്. ഞാൻ ഈ 3 ക്യാമ്പിലും ബന്ധമുണ്ട് എനിക്ക്. അതെ, ഈ 3 നേതാക്കളോട് നേരിട്ട് സംസാരിക്കാറുണ്ട്. 3 നേതാക്കളുടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിശ്വസ്തരോട് നേരിട്ട് സംസാരിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്ന് വരെ എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി.ഡി. സതീശനായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്ന് വരെ. തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അന്ന് മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് 3 പേരിൽ ആരായാലും കുഴപ്പമില്ലെന്ന അവസ്ഥയായി. കാരണം അന്ന് വരെ കണ്ട വി.ഡി. സതീശനല്ല പിന്നെ കാണുന്നത്. അദ്ദേഹം പെട്ടെന്ന് വി.ഡി. സതീശൻ ചിലരുടെ കൈകളിലെ പാവയാവുകയും പാർട്ടിക്ക് അതീതനായി പാർട്ടിക്ക് മുകളിലേക്ക് വളർന്ന് എനിക്ക് പാർട്ടി വേണ്ട, ഞാൻ എൻ്റെ ഭാവി തീരുമാനിക്കും, അതിനുവേണ്ടി ചില തന്ത്രങ്ങൾ ഒരുക്കുകയും വലിയൊരാൾക്കൂട്ടത്തെ കൂട്ടുപിടിക്കുകയും ചെയ്തു. അത് ഇവർ പലരും പറയുന്ന മാതിരി സതീശൻ കാശ് കൊടുത്ത് ആളെ കൊണ്ട് പോസ്റ്റ് ഇടിപ്പിക്കുന്ന വിശ്വാസം എനിക്കില്ല. ഒന്നുമില്ല, അത് വളരെ ഓർഗാനിക്കാണ്. ശരിയാണ്. പക്ഷെ അത്തരമൊരു സംവിധാനം സതീശൻ കഴിഞ്ഞ കുറെ കാലം കൂടെ ഒരുക്കി വെച്ചിരുന്നു. അതായത് ആ യാത്രയല്ലേ, മംഗലാപുരം യാത്ര, പുള്ളിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി എന്ന് പറയുന്ന അതുണ്ട്. ചാർട്ടേഡ് മാത്രം അങ്ങനെ പറയാനാണ് സതീശനോട് ബന്ധപ്പെട്ട് പലതുമുണ്ട്, പല വിഷയങ്ങൾ വളരെ ഗൗരവകരമാണ്. എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാവുന്ന പല, അതൊന്നുമല്ല എൻ്റെ വിഷയം. ചില താല്പര്യക്കാർ സതീശന് വേണ്ടി രംഗത്തിറങ്ങുകയും അവർ സതീശനല്ലെന്ന് മറ്റാരെയും അംഗീകരിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നിടത്ത് ജനാധിപത്യം അവസാനിക്കുകയാണ്. ഞാൻ CPIM-ലായിരുന്ന സതീശന് ഇപ്പൊ പുറത്തായാലും. അതെ, ഇതിപ്പോ നമുക്കറിയാമല്ലോ PV അൻവറിന് എന്തുകൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത്. അയാളുടെ സ്ഥാപിത താല്പര്യങ്ങൾ അംഗീകരിച്ച് കിട്ടാവുന്നപ്പോഴാണ് അയാൾക്ക് പുറത്തു പോകേണ്ടി വന്നത്. പക്ഷെ അയാൾ അതിനുവേണ്ടി സഹിച്ച ത്യാഗം, അയാൾ എന്തും വേണ്ടി കരഞ്ഞു കൂവി വിളിച്ച് നടന്നു ഇല്ലേ. ഇതേപോലെ ഈ ചില അജണ്ടകൾ ചിലർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർക്ക് ആ അജണ്ട അവർ നടപ്പാക്കണം. അത് അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു രീതി വന്നാൽ വലിയ അപകടം. ഇതിന് ഹൈക്കമാൻഡിന്റെ ആവശ്യമില്ല. ഇല്ല, ഹൈക്കമാൻഡ് ഇവിടുന്ന് ഒരാൾക്കൂട്ടം തീരുമാനം എടുത്തവന് ഹൈക്കമാൻഡ് ഇപ്പൊ KPCC നേതൃത്വത്തിനാണ്, MLA-മാർ എന്തിനാണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ 3 പേർക്കും ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടാ എന്താണ് ഇവിടെ സംഭവിക്കുക. അത് കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ 3 ക്യാമ്പിലും സംസാരിച്ചു. 3 പേരും ഒരുപോലെ 3 പേരും ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുന്നത് അവരൊരാളാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഞാൻ ഈ 3 പേര് 2 പേരോട് നേരിട്ട് ഇന്ന് സംസാരിച്ചു. ഈ 3 മുഖ്യമന്ത്രിമാരിൽ ആ 3 പേര് എന്താ സംശയം, ഈ 2 പേരാണ് എന്താ സംശയം എന്നാ പറഞ്ഞത്. അപ്പൊ അതിന് അർത്ഥം എന്താ, ഇവർക്ക് ഒരു ചുക്കും അറിയില്ല, ഇവരൊന്നും അറിയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ഫൈനൽ ഇത് പറയാം. അതാണ് ഇന്നലെ വൈകുന്നേരം വരെ, അതായത് KPCC നേതാക്കൾ അവിടെ പോയി മീറ്റിംഗ് കഴിച്ച് തിരിച്ചു പോരുന്നത് വരെ മുൻതൂക്കം KC വേണുഗോപാലിനായിരുന്നു. അതിൽ രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ എന്ന കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഖാർഗെയും ആ നിലപാടാണ്. കാരണം അവർ 2 കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് MLA-മാരുടെ പിന്തുണ, 2 KPCC-യിലെ മഹാഭൂരിപക്ഷം നേതാക്കളുടെ പിന്തുണ. പക്ഷേ ലീഗ് ഒരു അന്തക്കളി കളിച്ചു. ലീഗ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇന്നലെ ലീഗ് പ്രിയങ്ക ഗാന്ധിയെ വിളിച്ച് സംസാരിച്ചിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഫോൺ കൊണ്ട് സോണിയാഗാന്ധി കൊടുപ്പിച്ചു. അതാര്? പാണക്കാട് തങ്ങൾ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആവശ്യം, ഈ നാട്ടിലെ സ്ഥിതി ഇതാണ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി തോറ്റുപോകും, ഞങ്ങൾ തോൽപ്പിക്കും, അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ഇയാൾ തോറ്റുപോകും, ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞതോടെ കംപ്ലീറ്റ് ആശയക്കുഴപ്പമായി. അറ്റകൈപ്രയോഗം നടത്തിയവർ. അതുവരെ ഞാൻ പറഞ്ഞത്, ഇന്നലെ രാത്രിയിൽ ഞാൻ കിടക്കുന്നതിന് മുമ്പല്ല, ഞാൻ ഇന്നലെ രാത്രി 8:30, 9 ആയപ്പോഴാണ് ഞാൻ ഈ KC ക്യാമ്പ് പോയുള്ള എൻ്റെ അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ ഇന്നലെ വൈകുന്നേരം. ആ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ 100% ഗ്യാരണ്ടി പറഞ്ഞിരുന്നു. 100% അദ്ദേഹം എന്ന് തീർത്തു പറഞ്ഞു. പക്ഷേ ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ സംഭാഷണം ഉണ്ടായതോടുകൂടി KC ക്യാമ്പിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ചെയ്യും? പക്ഷേ അപ്പോഴും വേറെ പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധി പിടിവാശിയിലാണ്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ, ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ, MLA-മാരുടെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ ഒരു നേതാവിനെ അനുവദിച്ചാൽ അതൊരു പ്രസിഡന്റ് ആവും. ആ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത് ബാധകമാവും. പിന്നെ ഇതിന് കാര്യമില്ല എന്നൊരു തോന്നലുണ്ട്. അത് മാത്രമല്ല, ഈ കീഴ്വഴക്കം വന്നു കഴിയുമ്പോൾ പിന്നെ ഇപ്പൊ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്നുള്ള രമേശ് ചെന്നിത്തല, അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയുടെ സാധ്യത കൂടും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. രമേശ് ചെന്നിത്തലയാകുമ്പോൾ പകുതി പ്രശ്നം തീരും. KC വരുന്നതോടുകൂടിയാണ് 2 തെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത്. രമേശ് ചെന്നിത്തലയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ടി വരത്തില്ല. മാത്രമല്ല, രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും നേതാക്കന്മാരാണ്. രമേശ് ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ സീനിയോറിറ്റി, അർഹമായ ആൾ പുള്ളി തന്നെ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഈ പറയുന്ന കുമിഞ്ഞുകൂടിയ കാർമേഘം
ഇല്ലാതാവേണ്ടതാണ്. അതെ. പക്ഷേ വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്ന് വാശിയോടുകൂടി ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ചില അജണ്ടകൾ ഉള്ളതുകൊണ്ട് വി ഡി സതീശനോ കോൺഗ്രസ്സുകാർക്കോ അല്ല, മറ്റു ചിലർക്ക് കൃത്യമായ ചില അജണ്ട ഉള്ളതുകൊണ്ട് അവർ ഈ പറയുന്ന കെ സി വേണുഗോപാൽ അല്ല, മരിച്ചുപോയി ഉമ്മൻചാണ്ടി വന്ന് മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞാലും അംഗീകരിക്കില്ല. പക്ഷേ അവർക്ക് ചില അജണ്ടകളുണ്ട്. ആ അജണ്ട നടപ്പിലാക്കണമെങ്കിൽ അവർക്ക് വി ഡി സതീശൻ വേണം. വി ഡി സതീശനാവട്ടെ മുഖ്യമന്ത്രിയാവാനുള്ള അവസാനത്തെ വഴി എന്ന നിലയിൽ ഈ അജണ്ടയ്ക്ക് നിന്നും കൊടുത്തു. അത് വേറൊരു കാര്യങ്ങളുണ്ട്. ഈ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലായിരുന്നെങ്കിൽ മുസ്ലിം ലീഗിനോട് പൊക്കോളാൻ പറയാമായിരുന്നു. കാരണം അവരില്ലേലും ഇവിടെ ഭരണം നടക്കും. മുസ്ലിം ലീഗിനെ പൊക്കാൻ പറയത്തില്ല, കാരണം ഇവരെ പിടിവാശിക്ക് അവർ ഇച്ചിരി എളുപ്പമായിട്ട് സെറ്റിൽ ചെയ്യും. കാരണം ലീഗ് ഒരു നിർണായക ഘടകമാണ്. ലീഗ് LDFിനോടൊപ്പം പോയാൽ അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അവർ ജയിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ഇപ്പൊ അവർക്കുള്ള വോട്ട് ശതമാനം വ്യത്യാസം നോക്കൂ. ലീഗിന്റെ വോട്ടുകൂടെ അങ്ങോട്ട് ഇട്ടാൽ പിന്നെ ലീഗ് ഏത് മുന്നണിയോട് നിൽക്കുന്നു അവർക്കാണ് ഇപ്പോൾ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഈ ഇടയ്ക്ക് LDF ജയിക്കുന്നത് പോലും ലീഗ് ഇവിടെ ആയതുകൊണ്ടാണ്. ലീഗ് ഇവിടെയാണ് പിന്നെ ഒന്നും അവരെ ജയിക്കത്തുള്ളൂ. ഈ കോൺഗ്രസിനേക്കാൾ അടുത്തുള്ള CPM ഉള്ളത്. അപ്പൊ അത്തരം ബാർഗൈനിങ് കൊണ്ട് അവരിങ്ങനെ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ. കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ കയറി ഇവർ ഇടപെടുക എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. അതിൽ ഇവർ അന്ത്യശാസനം കൊടുക്കുക എന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയല്ല. അവർക്ക് വേണേ ഒരു അഭിപ്രായം പറയാം. സതീശനെ പരിഗണിക്കണം, ഞങ്ങളുടെ താല്പര്യം അതാണ്. അതായിരുന്നു ലീഗിന്റെ ഇതുവരെയുള്ള നിലപാട്. 2021 ഈ രമേശ് ചെന്നിത്തല മാറിക്കൊടുത്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതെ. ചെന്നിത്തല മാറിക്കൊടുത്തില്ലായിരുന്നെങ്കിലും അത് ചെന്നിത്തല സോമനസാല മാറിയതാണോ? അതെ. അല്ല, സോമനസാല മാറിയതല്ല, അല്ല, അദ്ദേഹത്തെ മാറ്റിയതാണ്. അത് കേസിയാണ് അതിനകത്ത്. അതിന്റെയാണ് ഇപ്പൊ അനുഭവിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കുഴപ്പം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു പ്രശ്നം വരില്ല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് രമേശ് ചെന്നിത്തല എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. എന്തായാലും നമുക്ക് ആ വിഷയത്തിൽ കടക്കാം. ഇന്നും തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ ഇത് വരുമ്പോഴത്തേക്കും തീരുമാനമാകുമായിരിക്കും. ഇന്ന് ലാസ്റ്റ് ചോദിക്കുമ്പോഴും തീരുമാനമാകുമെന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ ആകുമെന്നാണ് പറയുന്നത്. 13 ആയതുകൊണ്ടാണ്. അതുകൊണ്ട് മാറ്റി വെക്കുമെന്ന് അറിയത്തില്ല. 13 ആയതുകൊണ്ടാണ്. എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവട്ടെ. കാരണം ഭരണസമരം സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഭയങ്കര പ്രശ്നമാണ്. അതിപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു വലിയ ദുരന്തം കേരളത്തിൽ ഉണ്ടായാലും ഇപ്പൊ ഇവിടെ ആര് കൈകാര്യം ചെയ്തു? ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് പറ്റുമോ? ഇപ്പൊ ചീഫ് സെക്രട്ടറി ആരും ഇപ്പൊ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇതിനിടയിൽ പല നീക്കങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചീഫ് സെക്രട്ടറി ജയത്തിലക ഉണ്ടല്ലോ, അയാൾ കുറച്ചു കാലം ജൂൺ വരെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇയാൾ പോയി കഴിഞ്ഞാൽ പുതുതായി വരുന്ന ചീഫ് സെക്രട്ടറി നമ്മുടെ പക്ഷത്തല്ലെങ്കിൽ പണി കിട്ടുമെന്ന് KM എബ്രഹാം അറിയാം. KM എബ്രഹാം ഏറ്റവും വലിയ മാനിപ്പുലേഷന്റെ ആളാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. കിഫ്ബിയിൽ അന്വേഷണം വരും. കിഫ്ബി അടക്കമുള്ള ഇയാളുടെ എല്ലാ ഇടപാടും അന്വേഷണം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു കൗശിക് എന്ന് പറയുന്ന 20 കൊല്ലമായി കേരളത്തിലില്ലായിരുന്നു. അയാൾ ADBയിലായിരുന്നു. അത് അബ്സ്കോണ്ടിങ് എന്ന് റിപ്പോർട്ട് ചെയ്തത്. കാരണം വെച്ചാൽ അവിടുത്തെ കാലാവധി കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നില്ലായിരുന്നു. അയാൾ 20 കൊല്ലത്തിന് ശേഷം കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ ഒരു യൂബർ പിടിച്ചിട്ട് ആന്റണി അടക്കം സകല നേതാക്കളുടെ വീട്ടിൽ പോയി ഞാൻ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ നടപ്പുണ്ട്. അത് ശരി. ഇത്തരം ഒരുപാട് അഭ്യാസങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. വേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അവരൊക്കെ വലിഞ്ഞു കയറും, കൊളാക്കി പോകുന്ന അവസ്ഥ. അതാണ് അങ്ങനെ ഒരു നിർണായകമായ സഞ്ജയ് കൗശിക്. അതെ, ശരി. അപ്പൊ എനിവേ നമുക്ക് അടുത്ത വിഷയത്തേക്കാം. വിജയുടെ നിങ്ങളാണ് വിജയ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിജയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്നലെ 2 വാർത്തകളാണ്. ഒന്ന് വിജയ്ക്ക് അനുകൂലവും ഒന്ന് പ്രതികൂലവും. ഒന്ന് അദ്ദേഹത്തിന്റെ ജോത്സ്യനെ പിടിച്ച് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആക്കി എന്നുള്ളതായിരുന്നു. 717 മദ്യശാലകൾ അടച്ചുപൂട്ടി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ടൊരു ജോത്സ്യനെ വെച്ചപ്പോഴത്തേക്ക് അത് വലിയ വിമർശനത്തിന് കാരണമായി. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജോത്സ്യനാണ്, ജയലളിതയുടെയും ജോത്സ്യനായിരുന്നു. അയാൾ പറഞ്ഞതുപോലെ എല്ലാം അച്ചട്ടായിട്ട് സംഭവിച്ചു. 1 വർഷം മുമ്പ് എന്താ ഒരു രാധൻ, അതാണ് അയാൾ ഡൽഹി പോയിട്ടുണ്ടാക്കിയ പേര്. അതായത് അയാൾ പണ്ഡിറ്റ് വെട്രിവേൽ, അയാളുടെ പേര് വെട്രിവേൽ. അപ്പൊ അയാൾ പണ്ഡിറ്റ് വെട്രിവേൽ എന്നറിയപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞാൽ അയാൾ അവിടെ ചെന്നപ്പോ ഡൽഹി ചെന്നപ്പോ ഒരു രാമ എന്നൊക്കെ പറഞ്ഞത് കൂടി ചേർത്ത് വരും. ഡൽഹിയാണ് ഇപ്പോ നോക്കിയപ്പോ തമിഴ്നാട് പോരാ, അച്ഛൻ വേണോന്ന് ഓർത്തിട്ട്. അപ്പോ അങ്ങനെ ഇന്നിപ്പോ അയാളെ നീക്കം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മദ്യഷോപ്പ് അടച്ചില്ലേ. ഈ മദ്യഷോപ്പ് അടച്ചത് വഴി സ്ത്രീകളുടെ ഇടയിൽ ഇദ്ദേഹത്തിന് വലിയ ഇമേജ് ഉണ്ടാക്കി. മറ്റേത് വേറൊന്ന് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പറഞ്ഞു. അതായത് DMK സർക്കാർ ഗുണ്ടകൾക്കെതിരെ ആന്റി ഗുണ്ട ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ ചട്ടം ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗുണ്ടകളെ സാധാരണക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി പോലീസ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ്, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ എല്ലാത്തിനെയും അടിച്ച് ശരിയാകും, മുട്ടുകാല് തല്ലി ഓടിക്കും, ഒരുത്തനെയും പുറത്ത് കണ്ടേക്കരുതെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട ഒരു സാധനം. സിനിമാ ശൈലിയിലാണ് അദ്ദേഹം പോകുന്നത്. ഈ ഗുണ്ടകളെ മുഴുവൻ അമർച്ച ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചു.
ഈ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ജോൽസിനെ നിയമിച്ച കാര്യമുണ്ടല്ലോ, ആ ജോൽസിനെ ജോൽസിനെ OSD ആക്കിയതായാലും അദ്ദേഹം എടുത്തൊരു അബദ്ധമാണ്. കാരണം ജോൽസിനായിട്ട് നിർത്തിയാൽ മതി, അയാൾ OSD ആക്കേണ്ട കാര്യമില്ല. ഇനി OSD ആക്കിയെന്ന് വെച്ചോളൂ, അയാളുടെ റൈറ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു ഓഫീസർ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരാളെ ആരെ വെക്കണമെന്ന് തീരുമാനിക്കുക മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രി ആവണേ എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരിക്കും എന്റെ PA ആക്കുന്നതും എന്റെ OSD ആക്കുന്നതും. ബാക്കി ഇപ്പം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്റെ വകുപ്പുമായി ബന്ധമുള്ള ആളായിരിക്കും, അസിസ്റ്റന്റ് പ്രൈവറ്റ് എല്ലാം എല്ലായിടത്തും നമ്മുടെ പിടിയിൽ നിൽക്കുന്ന ആൾ വേണം. പക്ഷെ ഈ OSDയെയും ഓഫീസർ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്, OSDയെയും PAയെയും ഞാൻ എന്റെ പേഴ്സണൽ ഇഷ്ടം, കാരണം എന്റെ കാര്യങ്ങൾ അറിയാവുന്ന എനിക്ക് പറഞ്ഞ മനസ്സാവുന്നില്ല ഞാൻ വെക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പിന്നെ അത് പെട്ടെന്ന് 24 മണിക്കൂറിനുമായി റദ്ദ് ചെയ്തപ്പോൾ ദൗർബല്യമായി. ഈ ശ്രീലേഖ IPS നമുക്കൊരു അഭിമുഖം തരുന്നു. ഈ അഭിമുഖത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവർക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. ആശങ്ക ഞാനുമായിട്ട് സംസാരിച്ച് ദൂരീകരിച്ചു, കൊടുത്ത് ഇത് പബ്ലിഷ് ചെയ്തെന്ന് വന്ന് എന്നോട് നല്ല കമന്റാ, ജനങ്ങളെല്ലാവരും ഭയങ്കര മിടിക്കുകയാണ്, ധീരയാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് നല്ലതെന്ന് പറഞ്ഞാണ്. പക്ഷെ ടോമിൻ തച്ചങ്കരി വിളിച്ച് അവരെ വരട്ടിയപ്പോൾ അവര് മാപ്പ് പറഞ്ഞു രംഗത്ത് തോന്നുന്നു. അതായത് രാഷ്ട്രീയത്തിൽ ഏറ്റവും തീർന്നു. പക്ഷെ അവിടെയാണ് നമ്മൾ B അശോകിനെയും പ്രശാന്തിനെയും കാണിക്കുന്നത്. ഇത്രയും രൂക്ഷം, ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇന്റർവ്യൂ, ഏറ്റവും അധികം വായിക്കപ്പെട്ട കാണപ്പെട്ട ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഈ B അശോകിന്റെ ഇന്റർവ്യൂ ആണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് പോലും അദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല. അത് മാത്രമല്ല, ആ ഇന്റർവ്യൂ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടു. ഞാനൊരു ദിവസം KSRTC പോകുമ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് രണ്ടുപേരും ഇന്റർവ്യൂ ആണ്. ഞാൻ ഈ ഒരു സീറ്റ് നടുക്കി ഇരിക്കുകയാണ്, ഞാൻ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വലത് സൈഡിൽ ഒരാളിരുന്ന് ഇത് കാണുന്നു, വേറൊരാൾ ഇടത് സൈഡിൽ. കാരണം ഇവർ കണ്ട് പാർട്ടായിട്ട് കാണുക. ഇത് മറ്റേ 1.25 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പകുതി വെച്ച് കണ്ടിട്ട്, അപ്പൊ അവർ ഇത് കണ്ടിട്ട് ഇവർ ഇതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അതാണ്. അപ്പൊ ആ ഒരു ജനം അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാ പിറ്റേന്ന് പിണറായി വിജയൻ വിളിച്ച് വിരട്ടി നിങ്ങൾ ആ ഇന്റർവ്യൂ പിൻവലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ അതോടുകൂടി അദ്ദേഹത്തിന്റെ ഇമേജ് മൊത്തം പോയി. ശ്രീലേഖയ്ക്ക് പറ്റിയത് അതാണ്. ശ്രീലേഖ അതും അതുപോലെ ഇത് ആദ്യമായിട്ടല്ലല്ലോ ശ്രീലേഖ ഇങ്ങനത്തെ പരിപാടി കാണിക്കും. അതുകൊണ്ട് അല്ല, അത് ഞാൻ പറഞ്ഞ ഒരു നിലപാട് രാഷ്ട്രീയത്തിലെടുത്താൽ ആ നിലപാട് ഉറച്ചു നിൽക്കണം. ആ നിലപാടിൽ മാറ്റം വരുത്തിയാൽ സ്വാഭാവികമായും ജനത്തിന്റെ ഒരു വിശ്വാസം. അപ്പൊ അവിടെ ഈ നമ്മുടെ വിജയ്ക്ക് പറ്റിയത് അത് തിരുത്താൻ പോയിട്ടുണ്ട്. ഹൗവർ ഇതൊക്കെ ആണെങ്കിലും വിജയ് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം 2 പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടത്തി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സേനയെ, പുതിയൊരു സേനയെ പോലീസിൽ നിന്ന് മാറ്റിയിട്ട് പ്രത്യേകം കൊണ്ടുവരാം. ഈ പിന്നെ നമ്മുടെ നാർക്കോട്ടിക് സെല്ല് പോലെ തന്നെ ഒരു സംഭവമാണ് കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ. പക്ഷേ നമ്മുടെ നാർക്കോട്ടിക് ഒക്കെ പോലീസിന്റെ ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇത് സെപ്പറേറ്റ് ഒരു സേനയുണ്ടാക്കി. ഇത് വേണം. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ നാർക്കോട്ടിക്സ് ആണ്. ഇവിടെ തന്നെയാണ് കേരളത്തിൽ 10 വർഷത്തെ ഇടത് ഭരണത്തിൽ ഇടത് നേതാക്കന്മാർ തന്നെയാണ് ഇത് കടത്തുന്നത്. അവര് തന്നെയാണ് ഇതിന്റെ ഹോൾസെയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നേതാക്കന്മാരെയാണല്ലോ പിടിച്ചോണ്ടിരുന്നത്. MDMA ആയിട്ട് പിടിച്ചോണ്ടിരുന്നതൊക്കെ DYFയുടെ നേതാക്കന്മാരെയാണ് പിടിച്ചോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയുണ്ട്. അതുപോലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സേന ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾ പറഞ്ഞ മദ്യശാല 717 എത്ര കോടി രൂപയുടെ വരുമാനം. ഏതാണ്ട് 4500ഓളം മദ്യശാലകൾ അവിടെ ഉണ്ട്. അതിൽ 711 സ്റ്റോപ്പ്. ഇനിയും കുറയും. മാത്രമല്ല അദ്ദേഹം പിന്നെ വേറെ, എനിക്ക് ആ സത്യപ്രതിജ്ഞ നാടകീയത ഉണ്ടല്ലോ, അത് അദ്ദേഹം തുടർന്നു. ഇന്നലെ ആ ഒരു നാടകീയതയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്നലെ സ്പീക്കറുടെ ആദ്യത്തെ പ്രസംഗമുണ്ട്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ തന്ത്രത്തിലും വൈദഗ്ധ്യത്തിലും ബഹുമാനം അങ്ങനെ പോയി കണ്ടില്ലേ. അത് കണ്ടു. അണ്ണാടിയെങ്കിൽ പിളർത്തിയില്ലേ? അണ്ണാടിയെങ്കിൽ പിളർത്തി. എത്ര 120 സീറ്റ് ഇല്ല എന്ന് പറഞ്ഞ് 2 തവണ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ എതിരാള് സത്യപ്രതിജ്ഞ 144 വരെ പിന്തുണ. ഇനി ഇവർ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല, ഈ ചേർന്നവരെല്ലാം അടുത്ത തവണ ഘടകകക്ഷിയാണ് ഇത് മുഴുവൻ. അവിടെയാണ് അതിന്റെ രസം. അതിനകത്ത് കോൺഗ്രസും പോയി ആ കൂട്ടത്തിൽ ചേർന്ന് അവരും ബുദ്ധിപൂർവ്വം. പക്ഷെ കോൺഗ്രസിന് പണി കിട്ടും. എന്നാന്ന് വെച്ചാൽ ഇനി കോൺഗ്രസിന് നമ്മുടെ കാര്യമില്ല. 2 മന്ത്രിസ്ഥാനം പറഞ്ഞിരുന്നു, 5 സീറ്റിന് 1 കൊടുത്ത രണ്ടാമത്തെ കൊടുക്കാൻ സാധ്യത. ഈ 30 പേര് ഒന്നിച്ച് വന്നതോടെ ബാക്കി ഘടകകക്ഷികളെല്ലാം അപ്രസക്തമാണ്. കാരണം ഇവർക്ക് 107 സീറ്റുണ്ട്. പിന്നെ ഒരാളോട് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 106 സീറ്റുണ്ട്. ഈ 30 വന്നപ്പോ 136. ഇനി മറ്റവരാരും ഇല്ലേലും ഒരു കുഴപ്പമില്ല. അല്ല, ഞാൻ എപ്പോഴും പറയുന്നത് വിജയ് അവിടെ ഈ ഒരു വർഷം കൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി സംവിധാനം ശക്തമാക്കും. എല്ലായിടത്തും ആ പാർട്ടി സംവിധാനം ശക്തമാക്കി പോലീസുമായിട്ട് നല്ലൊരു റാപ്പ് ഉണ്ടാക്കി
വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് ഒരു പക്ഷേങ്കിൽ ഇവന്മാര് ഇയാൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ട് സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം. നമുക്ക് അത്ഭുതപ്പെടാനില്ല അങ്ങനെ ചെയ്താൽ പോലും. പിന്നെ ഞാൻ ആദ്യം കരുതിയിരുന്നത് എവിടെന്നെങ്കിലുമൊക്കെ ആളെ പിടിച്ച MLA-മാരാക്കിയത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സ്റ്റോറി പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. PhD അത് IRS ഉദ്യോഗസ്ഥരുണ്ട്. IRS ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു മുൻമന്ത്രിയെ തോപ്പിച്ചേ. ഒരു ഓട്ടോറിക്ഷ അല്ല, സ്റ്റാലിനെ തോപ്പിച്ച അങ്ങനെ ആളാ തോന്നുന്നു. അല്ലല്ല സ്റ്റാലിനെ അല്ല, വേറൊരു ADMKയുടെ ഒരു മുൻ മന്ത്രി ഉണ്ടായിരുന്നു. അയാളെ തോപ്പിച്ച ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അതുപോലെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതിനകത്ത് കൂടുതലും. അവരെ ഡോക്ടർമാരെ, IIT പഠിച്ചവരെ, മറ്റ് എഞ്ചിനീയർമാരെ, LLB-ക്കാരെ. ഈ ആം ആദ്മി ലൈനാണ് പുള്ളിയും. പക്ഷെ ആം ആദ്മിക്ക് പറ്റിയ പോലെ പറ്റരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആം ആദ്മി എല്ലാത്തരം ആൾക്കാരും ആം ആദ്മിയിലുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ തീർത്ത സാധാരണക്കാർ വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ സാന്റിയാഗോ മാർട്ടിനും വലിഞ്ഞു കയറി. അതാണ് അവിടെയാണ് മാർട്ടിൻ ബഷീർ ഇവരുടെ പാർട്ടിയല്ല, മാർട്ടിന്റെ മരുമകന്. അല്ല, അവര് മുഖേന ഇത് ചെയ്തിട്ടാണ്. മാർട്ടിൻ എനിക്ക് മാർട്ടിന്റെ ഭാര്യ, മാർട്ടിനല്ല, അതെ മാർട്ടിന്റെ ഭാര്യ ADMK-യിലാണ്. അവിടുന്ന് അങ്ങനെയാണ് അത് പിളർത്തിയത്. അവരെ മാർട്ടിന്റെ മകൾ മരുമകനോ മറ്റുമാണ് ഇവിടെ ഉള്ളത്. ഒരു ആദിത്യ അർജുൻ എന്ന് പറഞ്ഞ ഒരു മിനിസ്റ്റർ ഉണ്ട്. ആ മിനിസ്റ്ററെ അമ്മായിയമ്മ മുഖേനയാണ് അങ്ങനെ എന്തോ ഇങ്ങോട്ട് മാറ്റിയത്. ഇത് മരുമകൻ കുഴപ്പമില്ല, പേര് ദോഷം കേട്ടില്ല. അല്ല, എന്തായാലും തമിഴ്നാട് അദ്ദേഹം തൂക്കിയെടുത്തിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഒരു, ഞാനെപ്പോഴും ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, MGR-ഉമായിട്ട് വലിയ താതാത്മ്യം. അല്ല, ഭയങ്കര സാമ്യമല്ലേ? അതെ, അത് കറക്റ്റ് ആണ്. കാരണം MGR-ന് ശേഷം ജയലളിത, ഇനിയിപ്പോ വിജയ്ക്ക് ശേഷം തൃഷ എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മന്ത്രിയാകാൻ പോകുന്നത്. ഈ ചിന്ന വീടെന്ന് പറയുന്നത് അവിടെ കോമണാ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ ചിന്ന വീട് കോമൺ ആണ്. എല്ലാ പക്ഷേ ഭാര്യയായിട്ട് ബന്ധമൊന്നുമില്ല, കുറെ കാലമായിട്ട് ബന്ധമില്ല. ഭാര്യയായിട്ട് പിരിഞ്ഞു. തൃഷയാണ് അയാളുടെ ജീവിത പങ്കാളി. കമലഹാസന്റെ കൂടെ ഗൗതമി താമസിച്ചിരുന്ന ഇതുപോലായിരുന്നല്ലോ ഇടക്കാലത്ത്. അവര് പിന്നെ പിരിഞ്ഞു. ആണോ? ഇപ്പൊ ഗൗതമി അല്ലേ? ഗൗതമി കമലഹാസൻ പിന്നെ അവര് തമ്മിൽ പിരിഞ്ഞു, മാറ്റം വന്നു. അത് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിപ്പം എങ്ങനെയാണോ MGR മുഖ്യമന്ത്രി, സിനിമയിൽ നിന്ന് മുഖ്യമന്ത്രിയായത്, പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന്റെ ഒരു തന്നി ആവർത്തനമാണ് ഈ ഇവിടെ വന്നിരിക്കുന്നത്. ആ പ്രസംഗവും ആ ഡയലോഗുകളും എല്ലാതെ കയ്യിലെടുക്കാൻ അറിയാം. അതാണ് MGR-ന്റെ ഏറ്റവും വലിയ ഗുണം. എന്താണ്? MGR-ന് നന്നായിട്ട് ജനത്തെ കയ്യിലെടുക്കാൻ അറിയാം. അത് തന്നെയാണ് ഇവിടെ. നമ്മുടെ മൂന്നാമത്തെ വിഷയത്തിലൂടെ പോകണം. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർണത്തിനുണ്ടായിരിക്കുന്ന ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ്. അത് തീരുവ കൂട്ടി അല്ലേ? അതായത് ഈ 2024 വരെ 9% സ്വർണത്തിന്റെ ഇറക്കുമതി. അത് ഈ സ്വർണ്ണക്കടക്കാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് അത് 6% കുറച്ചു. ഇപ്പൊ അത് 15% കൂട്ടി. അത് അവിടെയാണ് 15% കൂട്ടിയത് കൊണ്ടാണ് ഇന്നിപ്പം 10,000 രൂപ ഒരു പവന് കൂടി, 10,220 രൂപ. പക്ഷേ വലിയൊരു ചതിയുണ്ട്. ഇറക്കുമതി തീരുവയാണ് കൂട്ടിയത്. അതായത് ഇവിടെ ഇരിക്കുന്ന സ്വർണത്തിന്റെ സർക്കാരിന് 1 രൂപ മേടിക്കുന്നില്ല. അതായത് ഇപ്പൊ നിങ്ങൾ സ്വർണം വിൽക്കുമ്പോൾ അതിന് GST കൂട്ടിയെങ്കിൽ തീർച്ചയായും ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന സ്വർണം, ഇന്നത്തെ എന്റെ സ്വർണ്ണക്കടയിൽ ഞാൻ വിൽക്കുന്ന സ്വർണത്തിന് GST കൂട്ടി സർക്കാരിന് കൂടുതൽ അടയ്ക്കണം. 1 രൂപ പോലും സർക്കാരിന് കൂടുതൽ അടയ്ക്കണ്ട. എൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണം, എന്തെങ്കിലും സ്വർണ്ണക്കടയുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണം ഞാൻ വിൽക്കുമ്പോൾ അതിന് 1 രൂപ പോലും കൂടുതൽ കൊടുക്കണ്ട, ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് പൈസ അങ്ങോട്ട് പോകരുത്, ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം. അപ്പൊ ഇവർ ഇന്ന് ഈ ഒരു പവന് 10,000 രൂപ കൂട്ടുമെന്ന് പറഞ്ഞ് എന്നെ ചതിയ അവർ ചെയ്യുന്നത്. നിലവിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക്, ഇവർക്ക് ഇതിന് അധിക ബാധ്യതയില്ല. ഇതിനവര് ഒറ്റ പവന് 10,000-ലധികം രൂപ കൂട്ടിയെടുത്താൽ സ്വർണ്ണക്കടക്കാർ വലിയ അന്താരാഷ്ട്ര വിപണി സ്വർണത്തിന് വില കുറയുക ചെയ്ത്. അതെ, ഇതിവിടെ തീരുവ കൂട്ടിയെന്നും പറഞ്ഞ് ഇവന്മാർ ഇവിടെ കൂട്ടിയതാണ്. ഇതിനെ ബാധിക്കുന്ന ഒരു വിഷയമേ ഒരു തരത്തിൽ ബാധിക്കുന്നില്ല. ഇറക്കുമതി കുറയുന്നത് സ്വർണ്ണ വിൽപ്പന നിയന്ത്രിക്കാനാണ്. പണ്ട് പെട്രോളിന്റെ വില കൂട്ടുന്ന പോലെ അപ്പൊ ടാങ്കിൽ കിടക്കുന്നവന് കോൾ അടിച്ചു, അങ്ങനെ വെറും ടാങ്കാ. ഇത് ഞാൻ ചോദിച്ചത് ഇറക്കുമതി വരുമ്പോൾ ശരിയാണ് നികുതി കൂടും, പക്ഷെ ഇപ്പോൾ തന്നെ സ്റ്റോക്കിന് മുഴുവൻ സ്വർണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കോൾ അടിച്ച പോലെ എന്തൊരു കോളാ. ഒരു പവന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഷോറൂമില് എത്ര കോടിയാണ് അവരുണ്ടാക്കുന്നത്? അതെ, എത്ര കോടി. ഒറ്റ കച്ചവടം മതിയല്ലോ. ഒരു ഷോറൂമിൽ ഇരിക്കുന്ന സ്റ്റോക്ക് എന്തരെയാണ്. പിന്നെ ഇവന്മാര് കള്ളക്കടത്ത് നടത്തുന്നത് വേറെ ഇല്ലേ? ഇനിയിപ്പം അവിടെയാണ് പ്രശ്നം. ഈ സ്വർണ്ണ വർധനയുടെ വില പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മോദി വിചാരിച്ചതും മോദി ശ്രമിച്ചതും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരമാവധി ഇറക്കുമതി കുറയ്ക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളും സ്വർണ്ണം, 90% സ്വർണ്ണ ഇറക്കുമതി ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യമുള്ള സാധനമല്ല ഈ സ്വർണ്ണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനും സ്വർണ്ണം ഇല്ലാത്തതുകൊണ്ട് ചത്തുപോകത്തില്ല, ഒരു കുഴപ്പമില്ല. സ്വർണ്ണം ഇല്ല എന്തോ പ്രശ്നം എന്ത് സംഭവിക്കുന്നില്ല.
അപ്പം അനാവശ്യമായ നമ്മുടെ ഈ ഡോളർ പോകുന്നത് കറക്കാൻ വേണ്ടിയുള്ള അവസാനിപ്പിക്കുക നമ്മുടെ ഈ വിദേശ നാണ്യ ഫോറിൻ കറൻസിയുടെ കരുതല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും രൂപയെ ശക്തിപ്പെടുത്താൻ മൂല്യം ഇടിയായിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോ ഇത്തരത്തിലാണ് എല്ലാത്തിനും ഇപ്പൊ പെട്രോളിന്റെ എല്ലാത്തിന്റെ അദ്ദേഹം ഇറക്കുമതി കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിൽ. പക്ഷെ ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണക്കള്ളക്കടത്ത് വീണ്ടും ശക്തമാവും. ഈ 2024 തീരുവ കുറച്ചത് കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കുറഞ്ഞായിരുന്നു. അത് ഇനി ശക്തമാകുമ്പോഴും നേട്ടം യുവമാർക്ക്. അതെ, കാരണം ഈ കള്ളക്കടത്ത് കൊണ്ടുവരുന്ന ഈ പൈസ മേടിക്കും. കള്ളക്കടത്ത് സ്വർണ്ണം യുവമാരുടെ അടുത്തോടെ പോകുന്നത്. അതെ, അതായത് അത് വെച്ച് യുവമാര് കാശുണ്ടാക്കും. അവര് കാശുണ്ടാക്കും. ഈ കൂടിയ കാശ് അതിൽ അവർക്ക് ലാഭമാവും. പണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് നമ്മുടെ സ്വപ്ന സുരേഷ് ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന സമയത്ത് 1 കിലോ സ്വർണം കൊണ്ടുവന്നാൽ 9 ലക്ഷം രൂപയായിരുന്നു ലാഭം. ഇപ്പൊ ഈ തീരുവനുസരിച്ച് കൊണ്ടുവന്നാൽ 20 ലക്ഷം രൂപ ലാഭം ഉണ്ടാവും. 11 ലക്ഷം രൂപ ഒറ്റയടിക്ക് കൂടി ലാഭം. അതായത് 20 ലക്ഷം രൂപ കടത്തിക്കൊണ്ടുവന്നാൽ നികുതി അടയ്ക്കാതെ വന്നാൽ 20 ലക്ഷം രൂപ ലാഭമാണ് 1 കിലോ സ്വർണ്ണത്തിന്റെ വില. ആലോചിക്കുക. അപ്പൊ സ്വർണ്ണക്കടത്ത് കൂടുവോ ഇല്ലയോ? ഭയങ്കരമായിട്ട് കൂടും. അപ്പം നമ്മുടെ മേടിക്കുന്ന സ്വർണ്ണത്തിന് ഈ പറയുന്ന വിലയല്ലേ കേട്ടോ. കാരണം നമ്മൾ GST ഒക്കെ അടയ്ക്കുന്നുണ്ട്. GST വരുന്നു. പിന്നെ ഇവന്മാർ മേടിക്കുന്നില്ല. നമുക്ക് 1 പവൻ നമുക്ക് മേടിക്കേണ്ടത് ശരാശരി 1.5 ലക്ഷം രൂപ കൊടുക്കണം ആഭരണം മേടിക്കണേ. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് അതിശക്തമായി വളരാൻ അത് വർദ്ധിക്കും. പിന്നെ മാത്രമല്ല ഈ ഭരണം മാറിയതോടെ കള്ളക്കടത്ത് കൂടുമെന്നൊരു പ്രചാരണം പ്രത്യേകം നടക്കും. ഇതിപ്പോ ശക്തമായി. അതിനുള്ള അവസരമായി. കള്ളക്കടത്താർക്ക് ലാഭമായി. കാരണം ഈ നികുതി വെട്ടിക്കുന്നതാണല്ലോ സ്വർണ്ണക്കടത്തിൽ ലാഭം എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് നെടുമ്പാശ്ശേരിയിലും നമ്മുടെ കരിപ്പൂരും ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന ഏറ്റവും കൂടുതൽ അവിടെ എല്ലാ വഴികളിലൂടെയും സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കും. സ്വർണ്ണം ഇഷ്ടം പോലെ വരും. അതിന് യാതൊരു തടസ്സവും. അത് പിടിച്ചു പറിക്കുന്നവരെ സ്വർണം തൂക്കുന്നവന്മാരുണ്ട്. അത് അവന്മാര് ശക്തമാവും. കൊടിസുനി ടീം. അതെ 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 അതെ. എന്താ പൊട്ടിക്കല് പൊട്ടിക്കൽ. അതായത് കടത്തിക്കൊണ്ടിരുന്ന സ്വർണം വെളിയിലേക്ക് കൊണ്ട് ജുവലറിയിലോ മറ്റെവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ചില ഗുണ്ടാസംഘത്തിന്റെ സഹായം കൊടുക്കും. അപ്പൊ ഈ വിവരം മറ്റൊരു ഗുണ്ടാസംഘം ചോർത്തിയിടും. ഇവര് പിടിക്കുമ്പോൾ പരാതി കൊടുക്കാൻ കേസില്ല. അതാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊലപാതകവും എല്ലാം തട്ടിക്കൊണ്ടുപോലും പരിപാടികളും. ഇനി വരാൻ പോകുന്ന ഇപ്പൊ ഈ മോദി UDF ഇവിടെ വന്ന സമയത്ത് മോദി ഇങ്ങനെ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന 5 വർഷം ഇവന്മാരുടെ ഇപ്പൊ ഒരു സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഒരു ഹബ്ബായി അവസ്ഥയാണ്. നമ്മുടെ അരമണിക്കൂർ പൂർത്തിയായതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും വളരെ വിചിത്രമായ ഒരു കാലത്തോട് നമ്മൾക്ക് മുഖ്യമന്ത്രി ഇന്നെങ്കിലും വരും എന്ന പ്രാർത്ഥനയാണ്. ഒരു മുഖ്യമന്ത്രിയെ കിട്ടണേ. ഇപ്പൊ ഇന്നൊരു മെമ്പച്ചിന്റെ ട്രോള് കണ്ടു. അയലോക്കത്തെ വീട്ടിലെ ചേച്ചി ഭയങ്കര വഴക്കാണ്. ഇന്ന് എന്താണ് മുഖ്യമന്ത്രി ഇല്ലാത്തവളെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞു. അടുത്ത വീട്ടിലെ ഹിന്ദിക്കാരി അത്തരം ട്രോളുകൾക്ക് വന്നിട്ട് ദയവായി ഈ പറയുന്ന മനുഷ്യനെ നാണം കെടുത്തരുന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.